വിശ്വാസത്തിൻ പാതയും ജീവന്റെ മാർഗമും ലക്ഷ്യം നിൻ മുൻപിലെന്ത് ജീവിതയാത്രക്കാരാ. സുഹൃത്തുക്കളെ, നിങ്ങൾ പോകുന്ന ഈ വഴി നാശത്തിലേക്കുള്ള വഴിയാണ്. ഈ വഴി നിങ്ങൾ മുമ്പിലേക്ക് പോയാൽ നിങ്ങൾ നിത്യമായ മരണത്തിലേക്കാണ് എത്തിപ്പെടുക. സൂക്ഷിക്കുക, കേൾക്കുക. പിന്നെ എന്താണ് വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തു വിശ്വസിക്കൂ. രക്ഷയുടെ ഈ ലൈഫ് ബോട്ടിൽ കയറൂ. അത് നിങ്ങളെ അത്യുന്നതന്റെ അടുക്കിലെത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും കർത്താവിന്റെ അടുത്തെത്തണം. അങ്ങനെ സിജോ രക്ഷയുടെ ബോട്ടിൽ തന്റെ യാത്ര തുടങ്ങുകയായി. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. രാജമൂടി ചൂടി രാജാധിരാജനെ ആലിംഗനം ചെയ്യും. നാളിലെന്താനന്ദം തീരും ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദർ. ഞാൻ സിജോ ആണേ. ഹലോ സിജോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം സിജോ? എങ്ങനെയുണ്ട് പുതിയ ജീവിതം? ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബ്രദർ. കർത്താവിന്റെ അടുത്തിരിക്കുന്നതിന്റെ അത്രയും സന്തോഷം വേറെ ഒന്നിലുമില്ല. പല വചനങ്ങളിൽ കൂടി അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. ശോ, നേരത്തെ ഈ ബോട്ടിൽ കയറേണ്ടതായിരുന്നു. ഇത്രയും നാൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ. അതെ സിജോ, എനിക്കും അത് പലപ്പോഴും തോന്നാറുണ്ട്. വെറുതെ കുറെ വർഷങ്ങൾ നഷ്ടമായി. നേരത്തെ കണ്ണു തുറന്നെങ്കിലല്ലോ. ഏതായാലും സിജോയെ ഓർത്ത് സന്തോഷമുണ്ട്. താങ്ക് യു ബ്രദർ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി. തീർച്ചയായും സിജോ. സിജോയും കുടുംബവും എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. ബ്രദറെ, ഞാൻ വിളിച്ചതേ എപ്പോഴാണ് അടുത്ത പ്രയർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്ക് പ്രയർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച സിജോ വന്ന് അതേ പ്രയർ. പിന്നെ ഉള്ളത് ബുധനാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്കാണ്. ഓ, അപ്പൊ ഇന്നില്ല അല്ലേ? പറ്റുമ്പോഴൊക്കെ നമുക്ക് കൂടണം ബ്രദറെ. അന്ന് ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഞാൻ നാളെ എത്തിക്കൊള്ളാം. 7 മണിക്ക് തന്നെയല്ലേ? ജോലി കഴിഞ്ഞ് സിജോ ആ സമയത്തേക്കൊക്കെ എത്താറുണ്ടോ? ചില ദിവസമൊക്കെ ലേറ്റ് ആകാറുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല ബ്രദറെ, ഞാൻ എത്തിക്കൊള്ളാം. കർത്താവിന്റെ കാര്യമല്ലേ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ സിജോ, നാളെ കാണാം. പ്രൈസ് ലോർഡ്. ഓക്കെ ബ്രദറെ, പ്രൈസ് ലോർഡ്. ഹലോ, എടാ ടോണി, നീ എവിടാ? ഞാൻ വീട്ടിലാടാ. ഒന്ന് കറങ്ങാൻ ഇറങ്ങുക. നീ വരുന്നോ? ഓ, ഇന്നില്ലടാ. ഞാനേ ഇൻട്രസ്റ്റോടെ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. ആ ഫ്ലോ അങ്ങ് പോകും. ബൈബിളോ? നിനക്ക് ഇതെന്നാ പറ്റി? നീയല്ലേ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ പരിപാടിക്കും ആദ്യം ചാടി ഇറങ്ങുന്നത്. എനിക്കറിയില്ലടാ, എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് മാറി. പക്ഷെ ഞാൻ ആകെ സന്തോഷത്തിലാ. മറ്റേത് കറങ്ങാൻ പോകുമ്പോഴൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചു വന്നു കഴിയുമ്പോൾ ആകെ ഒരു ശൂന്യതയാണ്, ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത് പോലെ. പക്ഷെ ഇപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഉള്ളില്. നീയും ഇതൊക്കെ അറിയണോടാ ടോണി. നീയും വരുന്നോ ലൈഫ് ബോട്ടിലേക്ക്? പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. എനിക്ക് വേറെ പണിയുണ്ട്. ഒരു പുണ്യാളം വന്നേക്കുന്നു. ഞാൻ വെക്കുവാ, ലേറ്റായി. നീ വരുന്നുണ്ടേ വാ. ഞാൻ ഇന്ന് വരുന്നില്ലടാ. ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്ന് ഓർക്കണേ. ഓ, നീ എന്നെ വിട്ടുപിടി. ഷോ, വെച്ചോ. അവനും ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ. ആ, പ്രാർത്ഥിക്കാം. കൂട്ടുകാരും വീട്ടുകാരും എല്ലാരും ഈ സന്തോഷത്തിലേക്ക് വരാൻ വേണ്ടി. സിജോയുടെ രക്ഷാനൗക
ലക്ഷ്യത്തിലേക്ക് നന്നായി പോയിക്കൊണ്ടേയിരുന്നു. ചില മാസങ്ങൾക്ക് ശേഷം അച്ഛ എപ്പോഴും ഈ ബൈബിളും വായിച്ചുകൊണ്ടിരുന്നോ? ഇത് മാത്രമൊന്നുമല്ല അച്ഛ ജീവിതം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാവോ? ദേ ആപ്പിളിന്റെ പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നോ? അതിനിപ്പോ എന്റെ ഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ അത് 15 അല്ലേ? ഇപ്പൊ 16 ട്രെൻഡ്. 2-3 മാസം കഴിഞ്ഞ 17 ഇറങ്ങും. നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡിനൊപ്പം നിൽക്കണം. ഹലോ ടീന, ഞാൻ ഷീലയാടാ. ആ എടി ഷീലേ, നീ എവിടാ? എടി നീ അറിഞ്ഞോ, ഇന്ന് സെന്റർ പോയിന്റിൽ 25% ഓഫർ ഉണ്ട്. ഇന്നലെ വരെ 20% ഉള്ളായിരുന്നു. നല്ല കളക്ഷൻ കാണും. ഞാൻ അങ്ങോട്ട് പോവാ, നീ വരുന്നോ? ആണോ? 25%ഓ? എന്നാ ഞാനും വരുന്നുണ്ട്. നീ പോകുമ്പോ ഇതുവഴി വരണേ. ഓക്കെ ഓക്കെ, എന്നാ നീ വേഗം റെഡി ആയിക്കോ, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് ഇറങ്ങാം. അച്ഛേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാവേ. ഷീല വിളിച്ചിട്ടുണ്ടായിരുന്നു, സെന്റർ പോയിന്റിൽ 25% ഓഫർ ഉണ്ടെന്ന്. ഞങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കിയേച്ചു വരാം. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ് ഇല്ലേ എന്റെ ടീന? ഒന്ന് പോ അച്ഛേ, അച്ഛക്ക് ഒരു ഫാഷൻ സെൻസ് ഇല്ല. നമ്മളെപ്പോഴും ട്രെൻഡി ആയിട്ട് നടക്കണം. ആ പിന്നെ നാട്ടിൽ നിന്ന് വീഗാലാൻഡുകാരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അവരുടെ പുതിയ ഫ്ലാറ്റിന്റെ ലോഞ്ച് ഉണ്ട് അത്ര. ഞാൻ അച്ഛക്ക് അയച്ചിട്ടുണ്ട്, ചുമ്മാ ഒന്ന് നോക്കിക്കോ. ഞാൻ പോയിച്ചു വരാവേ. ഫോണിന്റെ ഓഫർ കുഴപ്പമില്ലല്ലോ, ഒന്ന് മേടിച്ചാലോ? അങ്ങനെ ഫോൺ ബുക്ക് ചെയ്തു. ഇനി ഈ ഫ്ലാറ്റും കൂടെ ഒന്ന് നോക്കിയേക്കാം, അല്ലെങ്കിൽ അവള് വരുമ്പോ ഇനി അതും ഇതും പറയും. ട്രിവാൻഡ്രത്ത് ഒരു ലക്ഷൂറിയസ് ആൻഡ് പ്രീമിയം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ ഇതിലും മികച്ച ടൈം ഇനിയില്ല. കേരളാസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബിൽഡേഴ്സ് വീഗാലാൻഡ് ഹോംസ് ഈസ് നൗ ഇൻ ഫസ്റ്റ് എവർ ബയോഫിലിക് അർബൻ ഹോംസ് പ്രോജക്റ്റ് ആണ് വീഗാലാൻഡ് ഗ്രീൻ ക്യാപിറ്റൽ. ലാർജസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയ ലുലു മോൾ, ടെക് പാർക്സ് ആയ ഇൻഫോസിസ്, UST, ടെക്നോ പാർക്ക്, ട്രാവലിനായി എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ എല്ലാത്തിനും വളരെ ക്ലോസ് ആയിട്ട് ആക്കുളം ബൈപ്പാസിലാണ് ഗ്രീൻ ക്യാപിറ്റൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. സംഭവം കൊള്ളാമല്ലോ. ഒരു 1.5 കോടി അടുപ്പിച്ചാകും. ആ കോട്ടയത്തെ ഫ്ലാറ്റും വിറ്റിട്ട് ഒരു 50 ലക്ഷം രൂപ ലോണും എടുത്താൽ സംഭവം നടക്കും. ഒരു 10 വർഷം കൂടെ ഓവർ ടൈം ചെയ്താൽ അതങ്ങ് നടന്നു പോകും. വേറെ ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കിയേക്കാം. അയ്യോ, സമയം ഒത്തിരി ലേറ്റ് ആയി പോയല്ലോ. എന്തൊരു ക്ഷീണം. ഇനി നാളെ ഞാനും പ്രാർത്ഥിക്കാം. ആ നാളെ ബോസിന്റെ അടുക്കല് ഓവർ ടൈമിന്റെ കാര്യം ഒന്ന് സംസാരിക്കണം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഓ ബ്രദറാണല്ലോ. ഇന്നെങ്ങാനും എടുക്കാം, അല്ലേ വേണ്ട ഒരു മെസ്സേജ് ഇടാം. ബ്രദറെ, ഞാൻ ഇച്ചിരി തിരക്കിലാണേ, പിന്നെ വിളിക്കാം. ഞാനേ പ്രയർ നിന്നില്ല കേട്ടോ, ഓവർ ടൈം ഉണ്ട്. ബൈബിള് വായിച്ചിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഈ FB ഇൻസ്റ്റയിൽ തോണ്ടി സമയം പോയത് അറിയത്തില്ല. ഒരു ചാപ്റ്ററെങ്കിലും വായിച്ചിട്ടേ ഇന്ന് കിടക്കുന്നുള്ളൂ. അച്ഛേ, എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പൈസ കുറവാണെന്ന്? ആ ഓക്കെ. ലോൺ അടയ്ക്കാനേ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അതിനെടുത്തതാ. എന്നെ പണിയാ ചീ കാണിച്ചേ? എന്നോട് പറയാതാണ് എന്റെ പൈസ എടുക്കുന്നേ. അടുത്ത ഷോപ്പിംഗ് ഞാൻ ഒരു സാധനം മേടിക്കാൻ വെച്ച പൈസയായിരുന്നത്. ഓ ഈ ഷോപ്പിംഗ് ഇതല്ലാതെ ഈ ലോണിനെ പറ്റി വല്ല വിചാരമുണ്ടോ? ഈ മാസം തന്നെ എത്ര കേടിയാ പൊട്ടിച്ചത്, ഇനി എന്നാ മേടിക്കാനാ? അതിന് നിങ്ങൾക്ക് എന്നാ മനുഷ്യ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ, അതി കൈയിട്ട് വരാൻ നിക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മേടിക്കും, അതിന് നിങ്ങളുടെ ഇടയൊന്നും വേണ്ട കേട്ടോ. എന്നാ ഇടപെടണമെന്നോ? എനിക്കെന്താ ഇവിടെ ഒരു വിലയില്ലേ? കുറച്ച് ബഹുമാനത്തോടൊക്കെ വേണം ഭാര്യമാര് സംസാരിക്കാൻ. അതിന് വില തരാൻ ഇങ്ങനെ ഓഫർ വെച്ചേക്കുവാണോ? ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. ബഹുമാനിക്കാൻ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. അല്ല പിന്നെ സകല മൂടും. ഞാൻ കിടന്നുറങ്ങാൻ പോവും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട്
സിജോ, നിനക്കിതെന്തു പറ്റി? നിന്റെ ലൈഫ് ബോട്ടിന്റെ അവസ്ഥ നീ കണ്ടോ? അയ്യോ ബ്രദർ, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങ് കുറെ ദൂരം മുമ്പോട്ട് പോയതായിരുന്നല്ലോ ഞാൻ. സിജോ, ആത്മീയ ജീവിതത്തിൽ നിശ്ചലമായ ഒരു അവസ്ഥയില്ല. ഒന്നുകിൽ നീ ഉത്സാഹത്തോടെ മുമ്പോട്ട് പോകും, ഇല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. ലോകത്തിന്റെ ഓളങ്ങൾ നിന്നെ തനിയെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകും. കൺമോഹം, ജലമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ ലോകത്തിന്റെ ഓളങ്ങൾ നിന്റെ ചുറ്റും എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ പലതിലും പെട്ട് ക്രിസ്തീയ ജീവിതത്തെ നെഗ്ലക്ട് ചെയ്തു. ഞാൻ പോലും അറിഞ്ഞില്ല ഇത്രയും പുറകോട്ട് ഞാൻ പോയെന്ന്. അതുകൊണ്ടാണ് ദൈവവചനം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യപ്പെടുന്നത്. സാരമില്ല, നീ മാനസാന്തരപ്പെട്ട് നിന്റെ മുമ്പിലത്തെ പ്രവൃത്തി ചെയ്യുക. സകല ഉത്സാഹത്തോടും കൂടെ മുമ്പോട്ട് പോവുക. 2 പത്രോസ് 1:5 എന്താണ് പറയുന്നത് നീ വായിച്ചിട്ടില്ലേ? വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും കൂട്ടുന്ന കാര്യം അതാണോ ബ്രദർ ഉദ്ദേശിച്ചത്? അതെ അതെ, അതിന്റെ അവസാനം ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല എന്നാണ്. തുടർന്ന് 11-ാം വചനത്തിൽ പറയുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്നാണ്. മനസ്സിലായി ബ്രദർ, ഞാൻ മാനസാന്തരപ്പെടുന്നു. ഇതാ ഞാൻ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി എന്റെ ഓട്ടം വീണ്ടും തുടങ്ങുകയാണ്. ആഹാ, ഇങ്ങനെ നീ തുഴഞ്ഞാൽ നീ താമസിക്കാതെ ക്ഷീണിച്ച് ഈ യാത്ര നിനക്കൊരു വലിയ ഭാരമായി തോന്നും. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന മോട്ടർ ഈ ബോട്ടിലുണ്ട് എന്ന് നീ മറന്നുപോയോ സിജോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊള്ളും. നീ ആ ശബ്ദത്തെ നെഗ്ലക്ട് ചെയ്യാതെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് ഒന്ന് തുഴഞ്ഞാൽ മാത്രം മതി. അവൻ നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചോളും. കൊടുങ്കാറ്റടിച്ചു വല ഉയരും വൻസാഗരത്തിൻ അലകളിന്മേൽ വരും ജീവിതത്തിൽ പടകിളവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ വരും ജീവിതത്തിൽ പടകിളവൻ തരും ശാന്തി തന്ന വചനങ്ങളാൽ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നിശ്ചലമായ ഒരവസ്ഥയില്ല. നമ്മൾ ഉണർവോടെ സകല ഉത്സാഹത്തോടും ശ്രദ്ധയോടും കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റും എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഓളങ്ങൾ നമ്മെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകും. എബ്രായർ 2:1 പറയുന്നത് പോലെ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകാതെ ഉണർന്നിരുന്ന് സകല ഉത്സാഹത്തോടും കൂടെ ഫലമുള്ളവരായി മുന്നോട്ടു പോകാൻ നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തിന്റെ ഓളങ്ങൾ നമ്മുടെ ദിശ മാറ്റി കളയാതിരിക്കാൻ നാം ക്രിസ്തുവിനോട് ചേർന്ന് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സ്ഥിരതയോടെ പോകാം.